ഇപ്പോൾ പടം വരക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും അല്ലെങ്കിൽ പടം വരക്കാൻ അറിയാവുന്ന ആൾക്കാരും നമുക്കൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിൽ സാന്തയുടെ ഒരു പിക്ചർ ട്രേസ് ഔട്ട് ചെയ്യും. നമുക്കിഷ്ടമുള്ളത് ഏതാണോ, ഏത് കാർട്ടൂൺ മോഡലാണോ അല്ലെങ്കിൽ ഏതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വരയ്ക്കുക ചെയ്യുക കേട്ടോ. ഞാനിതിനകത്ത് എനിക്കിഷ്ടമുള്ള ഒരു ഫേസ് എടുത്തിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ട്രേസ് ചെയ്തല്ല, സോറി, വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാൻ അക്രിലിക് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഷ് വെച്ചിട്ട് ഔട്ട്ലൈനും കൊടുത്തു. ഇപ്പോൾ സ്കെച്ച് പെൻ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഈസി ആയിരിക്കും, നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. തിന്നായിട്ടുള്ളൊരു ബ്രഷിൻ്റെ കയ്യിലുള്ളതുകൊണ്ടിട്ട് ഞാനത് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ ഇത് വൈറ്റാണ്, പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഫുള്ള് വൈറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കിൻ കളർ പോലത്തെ ഒരു കളർ കൊടുത്തിട്ട് അത് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനുണ്ടല്ലോ കുറച്ച് ഒരു പേപ്പറിലും കൂടി ഒട്ടിച്ചിട്ട് കുറച്ച് കട്ടിയിൽ ഒരു പേപ്പറിലും കൂടി ഒട്ടിക്കുമ്പോൾ കുറച്ച് കട്ടി കിട്ടും. എന്നിട്ട് നമുക്കതിനെ വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു A4 സൈസ് പേപ്പറും കൂടി എടുക്കുക. അതിനകത്തൊരു പെൻസിലോ പെന്നോ ഇതേപോലെ ഒരു കോർണറിൽ വെച്ചിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പൈപ്പ് പോലെ കിട്ടും. അതിൻ്റെ അറ്റത്ത് നമുക്ക് ഈ ഗം വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമുക്കൊരു പൈപ്പ് പോലെ കിട്ടും. എന്നിട്ട് അതിന് ഞാൻ എൻ്റെ കയ്യിൽ കളറില്ലാത്തത് കൊണ്ടിട്ടാണ് വൈറ്റ് പേപ്പർ എടുത്തത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ബ്രൗൺ കളറിലെ പെയിൻറ്റ് അതിനകത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ കട്ടിക്ക് തന്നെയാണ് അതിനകത്ത് അടിച്ചേക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് റെഡ് കളറിലെ ഒരു ത്രെഡ് ഉണ്ടല്ലോ, എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. അത് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ട്രീയിൽ തൂക്കണ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ബോൾസ് ഉണ്ട്, പിന്നെ ബെല്ലുണ്ട്, പിന്നെ ഞാനൊരു സാന്തയുടെ ചെറുതെടുത്തിട്ടുണ്ട്, സ്റ്റാർ എടുത്തിട്ടുണ്ട്. ബെല്ല് ഞാൻ 2 എണ്ണം ഒരുമിച്ചിട്ടിട്ടാണ് കെട്ടി വെച്ചേക്കുന്നത്. അതിനെ എന്നിട്ട് കെട്ടി മാറ്റി വെക്കുക. ഈ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത നമ്മൾ വരച്ച ഹെഡ് ഉണ്ടല്ലോ, അത് ആ സ്റ്റിക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ത്രെഡിൽ കോർത്ത് വെച്ചിരിക്കണം ഈ ബോൾസും ഇതെല്ലാം ആ സ്റ്റിക്കിൽ നമ്മൾ ടൈ ചെയ്യണം. ടൈ ചെയ്ത് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ലെങ്ത്തിൽ അതിനൊന്ന് ടൈ ചെയ്യാം. ഈ സാന്തയുടെ ഹെഡിൻ്റെ താടിയുണ്ടല്ലോ, അവിടെ ഞാനൊരു ജസ്റ്റ് ഒരു കട്ടിയിലൊരു പേപ്പറും കൂടി വെച്ചിട്ടാണ് അവിടെ ഹോളിട്ടിട്ട് ആ സാന്തനെ വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ വാളിൽ ഹാങ് ചെയ്യാം.